കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാ. സാവിത്രി അന്തർജന കളപ്പറമ്പിൽ ശിവശങ്കരൻ. സാവിത്രി എന്താ ഇവിടെ? എന്റെ അദ്ദേഹം മരിച്ചിട്ട് ഇന്നേക്ക് 5 വർഷം. എന്റെ ഭാര്യ മരിച്ചിട്ട് ഇന്നേക്ക് 4 വർഷമായി. വേറെ കല്യാണം നോക്കുന്നുണ്ടോ? ഇത്രയും പ്രായമായില്ലേ? ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നാണല്ലോ. എന്നാ കളപ്പറമ്പിൽ ശിവശങ്കരനെ ഈ അമ്പലത്തിന് ചുറ്റും 2 റൗണ്ട് അടിച്ച്. അതിനെന്താ? എന്താ മുട്ടിലിടുന്ന കുഴമ്പ് എടുത്തില്ലേ? അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ തീയല്ലേ. ഈ 2 ചിരട്ടയും കൂടെ കൂട്ടിയിടിച്ചിട്ട് തീ പിടിക്കാണ്ട് നോക്കും. മുത്തശ്ശ എന്റെ മോളുടെ മോളാ. മോന്റെ മോനാ. കുട്ടി എന്ത് ചെയ്യുന്നു? തുടങ്ങി ഇങ്ങനെ ചോദ്യം. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാൻ. ഇപ്പൊ എന്നോട് ചോദിക്കുമല്ലോ. മോൻ എന്ത് ചെയ്യുന്നു? ഞാൻ കുറച്ചുകൂടി ആഞ്ഞിരിച്ചോണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കാറ്റ് കിട്ടും. എന്ത് പറ്റി മോനെ? ബിടെക് തോറ്റ് 15 സപ്ലി. അതിനെന്താ എഴുതിയെടുത്താ പോരെ? എക്സാം ഹാളിൽ അഡീഷണൽ ഷീറ്റ് ചോദിച്ചപ്പോ കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങി വന്നവനാ ഇവൻ. അയ്യോ കഷ്ടമായിപ്പോയി. എന്താ ടീച്ചർ അങ്ങനെ ചെയ്തേ? കൊടുത്ത അഡീഷണൽ ഷീറ്റ് വെച്ചിട്ട് അവൻ പ്ലെയിൻ ഉണ്ടാക്കി കളിച്ചു കഴിഞ്ഞാൽ ഏത് ടീച്ചർ കൊടുക്കാനാണ്? അന്ന് ടീച്ചർ പറഞ്ഞതേ ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോലും ഇത്രയും പ്ലെയിൻ അവർ കണ്ടിട്ടില്ലെന്ന്. എടാ മോനെ, നീ പ്രിൻസിപ്പൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയെ കോൺടാക്ട് ചെയ്യും. അവരാകുമ്പോൾ നിന്റെ മുടങ്ങിപ്പോയ ബിടെക് പഠനം മറ്റൊരു UGC അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലോട്ട് മാറ്റി നിന്റെ പഠിത്തം പൂർത്തിയാക്കാൻ സഹായിക്കും. കൃത്യമായി നീ മുന്നേ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ പേര് മെൻഷൻ ചെയ്യുന്ന US, കാനഡ, വെസ്റ്റ് അംഗീകാരം ലഭിക്കുന്ന യൂണിവേഴ്സിറ്റിയിലേക്കാണ് അവർ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് കൊള്ളാലോ. അതാകുമ്പോ പശുവിന്റെ കടിയും മാറും, കാക്കയുടെ അശുഭം മാറും. എന്റെ കടിയുടെ കാര്യം മനസ്സിലായില്ല? അല്ല, കല്യാണ കാര്യം അത് നോക്കാം. ശരിയെന്നാ സാവിത്രി.